എന്തുകൊണ്ടും നടക്കാറില്ല. ഇപ്പോൾ അതിനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി, ദൈവിക ഭാവം ഇപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നില്ല അല്ലേ? എല്ലാ സമയം ഇതെല്ലാം പെർഫെക്റ്റാണ്. നമ്മുടെ ചിന്താഗതികളാണ് പലരും ഇംപെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അല്ലേ? സെൻ മാസ്റ്ററായിട്ടുള്ള റിൻസായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഇരിക്കുമ്പോൾ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറയാം, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ ആ കൂട്ടത്തിൽ പുറകിലിരുന്ന ഒരു വളരെ കൂനനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തെ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ച് അങ്ങ് എന്ത് പറയും? ഇത്രയും കൂനനായിട്ടുള്ള എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൂനിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടായി അല്ലേ? പെർഫെക്ഷനും പെർഫെക്റ്റ് ഒക്കെ നമ്മുടെ മനസ്സാണ് ഉണ്ടാക്കുന്നത്. മനസ്സ് വരുമ്പോൾ മാത്രമാണ് ഒരു സംഭവം നല്ലതോ ചീത്തയോ ആയിട്ടൊക്കെ തോന്നുന്നത്. ഒരു തീവ്രവാദി മരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും തീവ്രവാദിയുടെ ആളുകൾക്ക് വിഷമമാണ് അല്ലേ? അല്ലേ? പോലീസ് പട്ടാളക്കാരെ മരിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷവും നമുക്ക് ദുഃഖമാണ്. ശരിയാണോ? ഇതെല്ലാം സത്യത്തിൽ അവർ ഒറ്റ സംഭവമല്ല അല്ലേ? ഒരാൾ മരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ്, ശരിയല്ലേ? സംഭവത്തിന്റെ സൈഡിൽ ആലോചിച്ചു അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ, ഒറ്റ സംഭവമാണ്. അതിനെ നമ്മൾ നോക്കുന്ന അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നതാണ്. അപ്പോൾ ശരിക്കും എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഒരു എക്സ്ട്രാ ഒരു വ്യക്തിയുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഈ വ്യക്തിയോട് ചോദിക്കാതെ ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ വ്യക്തിയെല്ലാം ഡിസൈഡ് ചെയ്യുന്ന അയാളോട് ചോദിച്ചിട്ട് ഒരു 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 സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചീഫ് ജസ്റ്റിസിനെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ വിശകലനം ചെയ്തും പിടിച്ചും ഒരിക്കലും ലൈവല്ല. അത് മനസ്സിലാകണമെങ്കിൽ ഒരു പൂച്ചയെ നോക്കിയാൽ മതി. ഒരു പൂച്ച എപ്പോഴും ആലോചിക്കുന്നുണ്ടോ? പൂച്ച വന്നു വിളക്ക് പറ്റി, ഞാൻ പൂച്ച ക്ലാസ് എടുക്കുന്നു, ഞാൻ പൂച്ച ആഹാരം കഴിച്ചു, ഞാനിങ്ങനെ അവരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ അതാണ് മനുഷ്യന്റെ ദൈവികത, ഈശ്വരീയത നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ തടസ്സം. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ഞാനിരിക്കുമ്പോൾ ഇവിടെ ശ്രീധരനമ്പൂരി എന്നൊരു വ്യക്തി വന്നാൽ നമ്മുടെ ദേവിയുടെ കണക്ഷൻ കെട്ടാവും. എപ്പോഴാണോ അത് വരുന്നത് കെട്ടാം. അത് ശരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ബാധാദോഷങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചെയ്യുമ്പോഴായാൽ പോലും ഇങ്ങനൊരു സമർപ്പണം ഇല്ലാതെ എപ്പോഴെങ്കിലും ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മളെ ബാധിച്ച അനുഭവം ഉണ്ടായി. ഇയാള് അല്ലെ, ഇയാള് പണ്ട് മിമിക്രി സ്കിറ്റിനൊക്കെ കാണിക്കത്തില്ലേ, ഒരു അസുഖമായിട്ട് വരുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം, സൈക്കോളജിസ്റ്റ് അസുഖം മാറ്റുന്നു, ഉടനെ ആ ഡോക്ടർക്ക് അത് വിളിക്കുന്നു, അയാൾ ഹാപ്പി ആയിട്ട് പോയി. ഇത് മിക്കവാറും റിയലി സംഭവിക്കുന്നതാണ്. സൈക്യാട്രിസ്റ്റുകളൊക്കെ വന്ന് എന്റെ ചികിത്സ എടുത്തോണ്ട് പോയിട്ടുണ്ട്. കാര്യം അവിടെ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അവർക്ക് വരുന്നു, ആ സിംറ്റംസ് ഇവർക്ക് വരുന്നു. അവർ പാർട്ടിയല്ല ടാറ്റ പറഞ്ഞ് പൈസ വാങ്ങിയല്ലോ ഹാപ്പി ആയിട്ട് പോയി. ഇവർക്ക് ഈ പ്രശ്നം വരുന്നത് ആക്കെ വന്ന് ഇവിടെ ചികിത്സ എടുത്തിട്ട് പോയിട്ടുണ്ട്. കാരണം ഇത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ബാധിക്കും നമ്മളെ. എന്താ അപ്പൊ അഹം വരുന്നതാണ് അല്ലെ? ഇതൊരു വലിയ കിറാമുട്ടിയാണ്. വലിയ വലിയ കൃഷിമാര് പോലും ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ സാധാരണപ്പെട്ട നമ്മുടെ കൂട്ടുള്ള മനുഷ്യരുടെ കാര്യം പറയണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേടിക്കേണ്ടത് ഈ ഒരു സ്ഥാനത്തിനെ മാത്രമാണ്. എപ്പോഴും നമ്മളെ പ്രൊജക്ട് ചെയ്യിക്കാൻ നോക്കുന്നത്, എല്ലാവരും ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്ന. അതുകൊണ്ടാണ് സന്യാസി എല്ലാവരും നിന്ദിക്കത്തക്ക രീതിയിൽ പെരുമാറണം പറയും. സന്യാസിയാകുന്ന ആള് ഉപനിഷത്തില് നാരദ പരിവ്രാജക ഉപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട്. സന്യാസി എങ്ങനെ നടക്കണം? ആളുകൾ നിന്ദിക്കുന്ന രീതി, ആളുകൾ വെറുക്കുന്ന രീതി, അങ്ങനെ പെരുമാറണം. അത് ചില സന്യാസിമാരൊക്കെ ഭയങ്കര ദേഷ്യക്കാരായെന്നൊക്കെ പറഞ്ഞു. ദുർവാസ അല്ലേ, അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണെന്നാണ്. പക്ഷെ ഭയങ്കര കൃഷിയാണ്. അത് മണ്ടനായുണ്ടാവും അല്ല, ഒരിക്കലുമല്ല. അതങ്ങനെ വേണമെന്നാണ് പറയാം. കാരണം ആള് കൂടുന്നവർക്ക് പാമ്പാടില്ല. സന്യാസിന്റെ കാര്യമല്ലോ, താന്ത്രികന്റെ കാര്യമല്ല. ഇതതിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ശരിക്കും നമ്മളെപ്പോഴും നമ്മളെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മളെപ്പോഴും
നമ്മളെ പ്രൊജക്ട് ചെയ്ത് നമ്മൾ തന്നെ നമ്മൾ വേറെ ആരും നമ്മളെ സിമ്പതൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഓർത്ത് സിമ്പതൈസ് ചെയ്ത് അയ്യോ പാവം ഞാൻ എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ ഞാൻ സഹിച്ചു, ഇത് ലോകം നടക്കുക അല്ലെ. ഒരാൾ ചാണകം വലിച്ചെറിഞ്ഞാൽ നമ്മൾ പിടിച്ചോണ്ടിരിക്കും ഇങ്ങനെ, എന്ത് ചാണകം, എത്ര മഹത്തരം, എത്ര അല്ലേ, എന്ത് കഷ്ടമായിരുന്നു കേട്ടോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടേക്കുന്നത് ചാണകം ഇരിക്കുന്നത്. നമ്മളത് വിടത്തില്ല, നമ്മളത് പിടിച്ചോണ്ടിരിക്കും. അതാണ് കാരണം. എന്താണ്? ഈഗോയ്ക്ക് ഇതൊക്കെ വേണം, ബാധകൾ പിടിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഞാനുള്ള ബോധത്തിനെ ഒഴിവാക്കാനാണ് ഈ പൂജാ പദ്ധതികളെല്ലാം ഋഷിമാരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യം എന്ന് പറയും. അപ്പൊ നമ്മളെ ഞാൻ എന്നുള്ളതിനെ മാറ്റി, ആ പേഴ്സണാലിറ്റിയെ മാറ്റി ഒരു ദേവിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പ്രാണനെ അതിലൂടെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് പൂജയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പൂജ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിശ്രാചാര പരമ്പരയിൽ വരുന്നതാണ്. വ്യക്തമായി ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ പണി പാടും, ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്താണ് മിശ്രാചാരം ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. തന്ത്രത്തിലെ വാമം, ദക്ഷിണം, കൗളം, മിശ്രം, സമയം, ഉത്തരകൗളം ഇങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിഫറൻസ് ഉള്ള പാത്തുകൾ. ഈ പാതകളൊക്കെ തന്നെ പരസ്പരം പലപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് പോലും കാണപ്പെടും. കാരണം ഒന്നിന്റെ രീതിയല്ല മറ്റൊന്നിന്. ഒന്നും മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ റെലവൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് നമ്മളെടുത്ത് പോകാൻ തോന്നും. അത് വേറെ ചിലപ്പോൾ എഫക്റ്റീവ് ആയിക്കൊള്ളില്ല. നമുക്ക് ഈ നമ്മുടെ മിശ്രമാർഗം എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതിന് തെളിവെന്തുവാ? അതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊരു ഇൻട്രസ്റ്റിൽ നമ്മൾ വരും ഇത്രയും മെനക്കെട്ട്. ഒരിക്കലും ഇല്ല. ആ ഇൻട്രസ്റ്റ് തന്നെ എന്താ, ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ. ഇത് ചിലപ്പോൾ വേറൊരാൾക്ക് പ്രയോജനപ്പെടണമെന്നില്ല. കാര്യം എന്താ, അയാളുടെ ഒരു ബോധ നിലവാരത്തിനോ അറിവിനും വെച്ച് അയാൾക്ക് ചിലപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല, നാട്ടില് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മനസ്സിലാക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധം. ആ നമ്മുടെ പരമ്പരയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പരമ്പര വ്യക്തമായി നമുക്കൊരു ധാരണ വേണം. നമ്മുടെ പരമ്പര എന്ന് പറയുന്നത് നാഥപരമ്പര തന്നെയാണ്. ഗൗഡപാദ വിഷ്ണു എന്നാണ് പറയുന്നത്. ഗൗഡപാദാചാര്യം മുതൽ ഇത് മാറുന്നത്. അവിടം വരെ എല്ലാവർക്കും കോമൺ ആണ്. എവിടെ? ശിവൻ, പാർവതി. ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് മത്സ്യേന്ദ്രനാഥ് മനസ്സിലാക്കി. മത്സ്യേന്ദ്രനാഥിന് ഗോരഖ്നാഥ്, ഗോരഖ്നാഥിന് ഗൗഡപാദാചാര്യൻ, അവിടുന്ന് ഗോവിന്ദപാദാചാര്യൻ, ശങ്കരാചാര്യൻ. അപ്പം അതിനിടയ്ക്ക് മറ്റ് ചില കൈവഴികളിലൂടെയുള്ള ചില അറിവുകളും ഇതിലേക്ക് എടുക്കുന്നുമുണ്ട്. ഗൗഡപാദ വിഷ്ണു എന്ന് പറയാൻ കാരണം സുഭഗോദയം അങ്ങനെയൊക്കെയുള്ള കൃതികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പം ഇവിടെ മിശ്ര സമ്പ്രദായം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തമായി ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മിശ്രം, എന്തിനാണ് മിശ്രാചാര സമ്പ്രദായം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് എന്ന് പറയുന്നത് വൈദികരായിട്ടുള്ള ആളുകള് താന്ത്രികമായ സിസ്റ്റത്തിന്റെ അടിസ്ഥാനപരമായ ഗുണകരമായ കാര്യങ്ങളെടുത്ത് യോഗം, വേദാന്തം ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. സിംഫണി പോലെ ശുദ്ധി സമ്പുട മൗക്തിക എന്ന് പറഞ്ഞിട്ട് സമ്പുടം ചെയ്തെടുത്ത മുത്താണ് മിശ്രാചാരം. അതിനകത്ത് പിന്നീട് വന്ന ആചാര്യസ്വാമിയെ പോലെയുള്ള ആളുകൾ, ശങ്കരാചാര്യസ്വാമിയെ പോലെ ഇതിനെയാണ് കൂടുതൽ എഫക്റ്റീവ് ആക്കുകയും ചെയ്തു. മിശ്രാചാരം എന്ന് പറഞ്ഞ ഒരുപാട് നിയമങ്ങളിലൂടെ അതികാർക്കശ്യത്തോടു കൂടി കൗളത്തിലെ പോലെ പോകുന്ന ഒരു സമ്പ്രദായമല്ല. കൗള സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ ഗുരു മാത്രമേ പാടുള്ളൂ. കൗള സമ്പ്രദായം മെയിൻലി പോകുന്നത് പരശുരാമ കൽപ്പസൂത്രം പോലുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമാണ്. ഗ്രന്ഥാടിസ്ഥാനമല്ല, പക്ഷെ ഇന്ന് അതാണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥം. അത് ഗുരു അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കൗള സമ്പ്രദായം എന്തുകൊണ്ട് മിശ്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുമോ പഴയത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുമോ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാർ വാങ്ങിക്കാൻ നമുക്കാണ്. കാര്യം എന്താ? പഴയതിന്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ടാണ് പുതിയ ടെക്നോളജി വരുന്നത്, അല്ലേ? പക്ഷേ ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പ്രദായികമായിട്ട് പഴയ കാര്യങ്ങളിൽ കുറെ പ്രസക്തി ഉണ്ടെങ്കിലും കാലസ്ഥിതിക്കനുസരിച്ച് അതിനകത്ത് ഉള്ള മാറ്റങ്ങൾ, എക്സ്റ്റേണൽ കാര്യങ്ങൾ, ഒരു പൂജ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, ആ സമ്പ്രദായത്തിൽ എക്സ്റ്റേണലി കുറെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കാലസ്ഥിതിക്കനുസരിച്ച്. പണ്ട് പറഞ്ഞ ഒരു ദ്രവ്യം ചിലപ്പോൾ ഇപ്പൊ കിട്ടാനില്ലായിരിക്കും, അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് മാറ്റേണ്ടി വരത്തില്ലേ? ഞാൻ പറയുന്നത് പിടിയിട്ടുണ്ടോ? ആളുകൾ പണ്ടത്തെ ആൾക്കാരാണോ ഇന്ന്? ആണോ? ചെറിയൊരു എക്സാമ്പിൾ പറയാം. ജ്യോതിഷം നോക്കുന്നത് പകലാണ്, അല്ലേ? അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ വളരെ ബുദ്ധിമുട്ടി തകർന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഫോട്ടോ കേട്ടു, പാനിനകത്ത് കയറ് കുടിക്കും. മിക്കവാറും എനിക്ക് വരുന്ന ഫോട്ടോ ഞാനിപ്പോ മരിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു നിയമമായിട്ട് കണ്ടവരെ നമ്മൾ പറഞ്ഞ് വലിയ ആശ്വാസം കിട്ടുന്നു. ഓരോ മരണത്തിന് ആ ഒരു നിമിഷം സപ്പോർട്ട് കിട്ടിയ അത് രക്ഷമില്ല, ആ സമയം കഴിഞ്ഞിട്ട് അത് രക്ഷ. അങ്ങനെ ഒരുപാട് പേരെ ദൈവം അനുഗ്രഹം രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉണ്ടായി. അപ്പോ അങ്ങനെ USA-ലുള്ള ഒരാള് അത്യാവശ്യമായിട്ട് ജ്യോതിഷം നോക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പകല് ഇവിടെ രാത്രി, ഇവിടെ രാത്രി അവിടെ പകല്. നമുക്ക് ആ നിയമം വെച്ചാൽ ചെയ്യാൻ പറ്റുമോ? പക്ഷെ പണ്ട് കാലത്ത് അത് കറക്റ്റാ. കാര്യം എന്താ? എന്റെ ചുറ്റളവ്, എന്റെ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാ? എന്റെ 5 കിലോമീറ്റർ ചുറ്റളവാണ്, അല്ലെ 10 കിലോമീറ്റർ. ശരിയാണോ? നടന്നുപോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം, കാലവണ്ടിയൊക്കെയുള്ള കാലഘട്ടം മനസ്സിൽ കൊണ്ടുവരിക. അപ്പൊ കാലസ്ഥിതിക്ക് അനുസരിച്ചിട്ട് ഉള്ള പരിഷ്കരണങ്ങൾ പുറമേ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ വരുത്തണം, അല്ലെ? അത് വരുത്താതിരുന്നു കഴിഞ്ഞാൽ അന്ധവിശ്വാസ ജടിലമായി ഇത് അറപ്പൊതിച്ചു പോകുന്ന ഒരു സിസ്റ്റം ഏത് സിസ്റ്റത്തിലും, എല്ലാ സമ്പ്രദായത്തിലും, എല്ലാ വ്യക്തികളിലും, എല്ലാ സംഘടനകളിലും ഉണ്ടായിരുന്നു, അല്ലേ? കാലസ്ഥിതിക്ക് അനുസരിച്ച് റിന്യൂ ചെയ്യേണ്ട സാഹചര്യം സനാതന ധർമ്മത്തിൽ വന്നുകൊണ്ടേ. എങ്ങനെ ഒരുപാട് വിദേശീയ മതങ്ങളുടെ ആക്രമണം, വൈദേശിക മതങ്ങളുടെ ആക്രമണം, പ്രത്യേകിച്ച് ബുദ്ധമതത്തിൻ്റെതായിട്ടുള്ള ആക്രമണം കൊണ്ട് സനാതന ധർമ്മം നാശോന്മുഖമായിരിക്കുന്ന സമയത്താണ് ആചാര്യസ്വാമികളുള്ള ഒരുപാട് ആളുകൾ അതിനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത്. കാരണം ബൗദ്ധധർമ്മത്തിന് ചില പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് അവർ തന്നെ കറക്റ്റ് ചെയ്താണ് വജ്രയാനമായി മാറിയെന്ന് നമുക്കറിയാം. ബൗദ്ധധർമ്മം എന്താണ്? എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ സമാധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ? ആ ഒരു എന്താണ് നിർവ്വാണത്തെ കുറിച്ചാണ് ബുദ്ധം പറഞ്ഞത്. നിർവ്വാണത്തിലേക്ക് പോകാനുള്ള സിസ്റ്റം എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ പോകുമ്പോൾ അവിടെ ദേവതകളില്ല, അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഈ ബാധകളൊക്കെ പുറപ്പെടുവിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയപ്പോൾ ദേവതകൾ അത്യാവശ്യമായിട്ട് വന്നപ്പോൾ പിന്നീട് സനാതന ധർമ്മത്തിൽ നിന്ന് നീലധാര, ഗണപതി പോലുള്ള ദേവതകളെ എടുത്തിട്ടാണ് അവര് വജ്രയാന ബുദ്ധിസം ഉണ്ടാക്കുന്നത്. വജ്രയാനം വേണ്ടി വന്നു. അപ്പൊ പിന്നെ സത്യം സനാതനമല്ലേ? സനാതന ധർമ്മമല്ലേ? എല്ലാത്തിനും എത്രയും, അല്ലെ? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിൽ ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണല്ലേ? ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആത്മീയ ധാരണയുടെ പേരിൽ ഞാൻ നിങ്ങളെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങും, അല്ലേ? ശരിയല്ലേ? എന്നിട്ട് പറയുന്നതാണ് ലോകത്തിൽ 2 മതങ്ങളാണ് ഏറ്റവും പുരാതനം, സദൃഷ്ടമതവും സനാതന ധർമ്മവും. അതിൽ സദൃഷ്ടമതം ഇന്ന് നാശോന്മുഖമായിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും കൂടി തന്നെ നിൽക്കുന്ന, തലയെടുപ്പോട് നിൽക്കുന്ന ഒരേ ഒരു സംസ്കാരം സനാതന ധർമ്മമാണ്. നമ്മുടെ കണ്ണൂർ മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ട് എത്ര കൊല്ലമായി അറിയില്ല, പുതുക്കി പണിഞ്ഞിട്ട് 5000 കൊല്ലമായിന്ന് ശിലാശാസനങ്ങളുണ്ട്. രാജാവ് കൊടുത്ത ദക്ഷിണയൊക്കെ, പണിക്കാർക്ക് കൊടുത്ത ദക്ഷിണയൊക്കെ അത്രയ്ക്കും പഴക്കമേറിയ സംസ്കൃതി ചുമ്മാ നിൽക്കും. ആളുകൾക്ക് ഗുണമില്ലെങ്കിൽ ഒരു പെട്ടിക്കട 6 മാസം 1 വർഷത്തിനുള്ളിൽ മുന്നോട്ട് പോകും. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സനാതനത്തിൽ കാലാകാലങ്ങളിൽ സാമൂഹിക ആത്മീയ പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്. സനാതന ധർമ്മ പരിഷ്കർത്താക്കൾ, ആചാര്യസ്വാമികളെ പോലെ, ലേറ്റസ്റ്റ് സ്വാമി വിവേകാനന്ദൻ, ചിന്മയാനന്ദ സ്വാമികളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതിനാണ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ നോക്കുന്ന
രീതിയിൽ അതിനെ ആധുനികമായ രീതിയിൽ റിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ അന്ധവിശ്വാസം. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആൾക്കാരാണ് ആചാര്യസ്വാമികൾ, ദേവപാദാചാര്യനെ പോലെയാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. നിങ്ങളുടെ വേണ്ടപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം, ആചാരം എന്ന് പറയുമ്പോൾ അത് നല്ലതാണ് എന്ന് നമ്മൾ വിചാരിക്കും എപ്പോഴും. പക്ഷെ ആചാരം എപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ അത് പലപ്പോഴും അന്ധമായിട്ട് മാറാറുണ്ട്. ഇപ്രാവശ്യം സപ്താഹത്തിന് നമുക്ക് ആ സിനിമാ നടിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലും ചെയ്യും. ഓക്കെ, അപ്പൊ ഗംഭീരമായി അല്ലേ? ആദ്യമൊക്കെ വന്നു ഉദ്ഘാടനം നടത്തി, ഒരുപാട് ആൾക്കാരൊക്കെ പങ്കെടുത്ത് ഗംഭീരമായി, അതൊക്കെ ഒരു ഇഷ്ടമാണ്, ഭയങ്കര ഗംഭീരമായി. ശരി, ആയിക്കോട്ടെ. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു 5 ആനയുടെ പൂരം പുറക്കാം. അപ്പൊ ആന വെച്ചു, അത് ഗംഭീരമായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു 50 ആനയുടെ പരിപാടി വെക്കണം അല്ലേ? ഇങ്ങനല്ലേ വിശ്വാസത്തിന്റെ ഒരു ഗതികൾ അല്ലെ? കൂടി 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 വരും. അങ്ങനെ വന്ന് ഈയിടെ അപ്പൊ ശരിക്കും നമ്മള് സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ ഒരു ഉപാസന ചെയ്യുമ്പോൾ അതിന്റെ കാര്യം മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനാണ് മിശ്രം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൗളമാർഗം എന്ന് പറയുന്ന സമ്പ്രദായം വളരെ നല്ലൊരു സമ്പ്രദായമാണ്. അതൊരിക്കലും മോശമാണ് പറയാനേ പറ്റൂ. ഏറ്റവും നല്ലൊരു സമ്പ്രദായം. അത് മനസ്സിലാക്കി ആചരിച്ചാൽ, അത് മനസ്സിലാക്കി ആചരിച്ചാൽ, ഇല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്. അപ്പൊ മനസ്സിലാക്കി ആചരിച്ചാൽ, കൗളമാർഗം ആചരിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു കോഴിയെ ബലി കൊടുക്കുന്നു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഒരു മൃഗത്തിനെ നമ്മൾ ഈശ്വരന് നൈവേദ്യമായിട്ട് കൊടുത്തിട്ട് കഴിക്കണം. അത് ബോധത്തോടെയാണെങ്കിൽ അത് ഗുണകരമാണ്. എന്താ, നമ്മളൊരു കുറച്ച് കോഴിയെ നമ്മൾ തന്നെ കൊന്ന് നിവേദിച്ച് ബോധത്തെ ആവാഹിച്ച് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ആ ബോധത്തിന് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ബോധത്തോടെ നമുക്കൊരു ക്രൈം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അടിക്കാൻ തോന്നുന്നു, അടിക്കണമെങ്കിൽ നമുക്ക് ശകലം ബോധക്കുറവ് വരണ്ടേ? ഇപ്പൊ എന്നെ അടിക്കാൻ നോക്കി, മനസ്സിലൊന്ന് അടിക്കണം ആലോചിച്ചോ? അതാ ബോധം വേണ്ട, ശിവബോധം വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ശക്തി ശിവബോധത്തിൽ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ശിവന്റെ മുകളിൽ ഇരിക്കുന്ന ദേവി ആരാധിക്കുന്ന എന്താ മനസ്സിലായോ? സിംബോളിക്കായിട്ട്. അപ്പൊ ഇപ്പൊ അടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നമുക്ക് ശകലം ബോധക്കുറവ് വരാം. അതായത് -0 എന്ന് പറയുന്ന ബോധം, 1 എന്ന് പറയുന്ന ശക്തി. 0 എന്ന് പറഞ്ഞ ശിവൻ ബോധം, 1 എന്ന് പറയുന്ന ശക്തി. പ്രകാശ വിമർശനം തന്ത്രത്തിൽ പറയും. കാശ്മീരി ശാസ്ത്രത്തിന്റെ ക്ലാസ്സിൽ അടുത്ത ദിവസം ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പോ ശിവന്റെ ഉന്മേഷമാണ് ഈ പ്രപഞ്ചം. നിമേഷം എന്ന് പറയുന്ന കണ്ണടക്കൽ, ഉന്മേഷം, വിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി എന്ന് പറയുന്ന സംഗതി അതിലേക്കൊക്കെ പിന്നാവുക. അപ്പൊ എന്താ പറഞ്ഞത്? 0 എന്ന് പറയുന്ന ബോധത്തിന്റെ മുകളിൽ 1ന്റെ വലതുഭാഗത്ത് ശക്തിയോട് കൂടി, ബോധത്തോടു കൂടി ശക്തി നിൽക്കുമ്പോൾ അത് പോസിറ്റീവ് അല്ലെ, കൺസ്ട്രക്റ്റീവ്. ബോധം ഇല്ലാതെ 0, ബോധം 1ന്റെ ഇപ്പുറത്ത് വരുമ്പോൾ -1 ആയില്ലേ, അത് നെഗറ്റീവ്, ഡിസ്ട്രക്റ്റീവ് ആണ് അല്ലേ? ഇപ്പൊ എന്റെ കയ്യിലൊരു തോക്ക് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ അത് പോസിറ്റീവാണ്, പ്രൊട്ടക്റ്റീവാണ്. കാരണം എന്താ? നമുക്ക് ബോധമുള്ളതുകൊണ്ടല്ലേ ശക്തി കയ്യിലിരിക്കുമ്പോൾ പോസിറ്റീവ് ആവുന്നത്. എന്നാൽ 4 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ കയ്യിൽ ഇരുന്നാലോ ഇതേ ശക്തി ഉണ്ടെങ്കിൽ വരില്ലേ? ബോധമുണ്ടോ? അപ്പൊ എന്താ ശിവബോധം? ശിവൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാശ്മീരി ശൈവ സിദ്ധാന്ത പ്രകാരം ശൂലം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. പിന്നെന്താണ്? നമ്മളെ ഇപ്പൊ അടിക്കാൻ ശ്രമിക്കുമ്പോ പറ്റാതെ നമ്മളെ പുറമോട്ട് വലിക്കുന്ന ആ തിരിച്ചറിവിനെയാണ്, ആ ബോധത്തിനാണ്. കാരണം എന്താ? എന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അത് തമ്മിൽ കണക്റ്റഡ് ആവുന്നു. ഈ ബോധത്തെ മറന്നുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. ആ ബോധം എല്ലാത്തിലും പരന്നു കിടക്കുന്ന, എല്ലാ ചരാചരങ്ങളിലും പരന്നു കിടക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നു. അതിന്റെ മുകളിലാണ് ഈ ശക്തി ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പൊ കൺസ്ട്രക്റ്റീവ് ആയിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. ഈ ബോധമായിട്ടുള്ള ബന്ധം കുറയുമ്പോൾ ശക്തി മാത്രം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോ എനിക്ക് എത്ര പ്രാവശ്യം ഒരു കോഴിയെ കൊന്ന് കഴുത്തറുത്ത് കൊന്നിട്ട് നിവേദിച്ച് കഴിക്കുമ്പോൾ
ന്യായീകരണങ്ങളില്ലാതെ കഴിക്കാൻ നാം തന്ത്രം പറയുന്നത്. ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെ പച്ചക്കറി കുറച്ച് കഴിക്കുന്നില്ലേ, ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളില്ലാതെ ഇത് നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ പറയാതെ എല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ കഴിച്ചുകൊള്ളുക. ഇത് പാപമുണ്ടെന്ന് ചിന്തിക്കാതിരിക്കുക, ഇത് തെറ്റാണെന്ന് ചിന്തിക്കാതിരിക്കുക, എന്നാൽ ശരിയാണെന്നും ചിന്തിക്കാതിരിക്കുക, പാപമില്ലാന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് അഞ്ചേന്ദ്രിയങ്ങൾ ഉണർത്തിക്കൊണ്ട് ധ്യാനാത്മകമായി ഏത് കാര്യം ചെയ്താലും നിൽക്കേണ്ടത് നിൽക്കും, വേണ്ടാത്തത് വിട്ടുപോകുമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് തന്ത്ര മീൻസ് ടെക്നിക്സ്, ടെക്നിക്കുകളെയാണ് തന്ത്രം എന്ന് പറയുന്നത്. അതിലൊരു ടെക്നിക്കാണ് ഈ പറഞ്ഞത്. ബോധത്തോടുകൂടി എന്തിനെ സമീപിക്കുക. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണതാണോ വേണ്ടാത്തതാണോ എന്നറിയും. ബോധത്തോടുകൂടി ആ വ്യക്തിയെ സമീപിച്ചാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേണ്ടാത്തത് വിട്ടുപോകും, വേണ്ടത് നിൽക്കും. ഫുഡിന്റെ കാര്യം അങ്ങനെ, മദ്യത്തിന്റെ കാര്യം, അല്ലെ സിഗരറ്റ് അഡിക്ഷൻ നിർത്താൻ പറ്റുന്നില്ല. കോഷോട് ആശ്രമത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ സ്മോക്കിംഗ് ടെമ്പിൾ ഉണ്ട്. എന്താ, സിഗരറ്റ് വലിക്കാനുള്ള ടെമ്പിൾ. ആ ടെമ്പിളിനകത്ത് ഡിവൈനായിട്ട് താന്ത്രികമായിട്ട് സിഗരറ്റ് വലിക്കുക, സിഗരറ്റ് എടുക്കുന്നു, മണക്കുന്നു, 5 സെൻസ് ആക്റ്റീവാക്കി ഇങ്ങനെ പതുക്കെ 1 മണിക്കൂർ എടുക്കണം സിഗരറ്റ് വലിക്കാം. വളരെ പതുക്കെ വലിക്കാം, ഒന്നും ചിന്തിക്കരുത്. അതിൽ 100% ശ്രദ്ധ കൊടുക്കണം. അങ്ങനെ വലിച്ച ഒരു 3-4 കഴിയുമ്പോൾ കാണുന്ന ശബ്ദിക്കാൻ വരുന്നതാണ്. നല്ലൊരു സെക്സ് ആയി വന്ന് തന്നെ എല്ലാ അഡിക്ഷൻ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ശരിയോ തെറ്റോ അറിയാത്ത ബോധത്തോടുകൂടി സമീപിച്ചാൽ അത് വിട്ടുപോവുകയും അതിനെ അനുവർത്തിക്കാൻ സാധിക്കില്ല. താന്ത്രികമായ ടെക്നോളജി. ഇതിനു വേണ്ടിയിട്ടാണ് കൗളത്തില് പഞ്ചമകാര സാധനം വെച്ചിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോയി വഴിതെറ്റിക്കുന്നത്, അതിനെല്ലാം ഒഴിവാക്കണം. തന്ത്രം യോഗവും തമ്മിലുള്ള ഡിഫറൻസ്, യോഗം പൗരുഷമാണ്, തന്ത്രം സ്ത്രൈണമാണ്. അല്ലേ? പുരുഷന്മാരുടെ കാര്യങ്ങൾ ആ പവർ ഉപയോഗിച്ചു അല്ലേ? സ്ത്രീകളോ അതെ ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ തന്ത്രപൂർവ്വം വളരെ പവറൊക്കെ ഉള്ള ഈ മനുഷ്യന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചോണ്ട് പോകുന്നത് അസുഖത്തിലാണ് ജിമ്മിലൊക്കെ പോയി അത് അടിക്കില്ല. പക്ഷെ കാര്യം അവരുടെ തീരുമാനിക്കും അല്ലേ? ആള് ഓഫീസിലൊരു പുലിയാണ്, സിംഹമാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദുർഗാദേവി മേലിരിപ്പുണ്ടേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിൾ അർജിക്കുന്നു, എനിക്ക് വേണ്ട, ഞാൻ ആപ്പിൾ വേണ്ട കഴിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ, മാറ്റി വെക്കുക, ആപ്പിളിന്റെ പിന്നെ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മസിൽ പിടിച്ചിരിക്കുന്നു. അത് നല്ല കാര്യം. എന്താ? ഇത്രയും കഴിഞ്ഞ ജന്മം ബോധ നിലവാരം ഉയർന്ന ആളാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലും നമുക്ക് ഉണ്ടാകുന്നു. അനുവർത്തിച്ച് വരാം, അതിനെ ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ സാധാരണക്കാരൻ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അതൊക്കെയാണ് ആപ്പിള് അതവിടെ ഇരിക്കുന്നു, ശ്രദ്ധ കിട്ടുന്നില്ല, ധ്യാനിക്കാൻ അല്ലേ? ആപ്പിൾ കഴിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ അവസാനം എല്ലാവരും എടുത്തിട്ട് കഴിക്കും അല്ലേ? അതേസമയം തന്ത്രം എങ്ങനെയാ? അത് ആപ്പിൾ എടുക്കുന്നു, മണക്കുന്നു, നോക്കുന്നു, കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി ഒരു ശകലം കട്ട് ചെയ്തിട്ട് ആസ്വദിച്ചറിഞ്ഞറിഞ്ഞ് കഴിക്കുന്നു. വിഷമുള്ളതാണ് അത് വേണ്ടാന്ന് നോക്കാം അല്ലെ? പൂച്ചയും പട്ടിക്കൊക്കെ വിഷമുള്ളതായിട്ട് അറിയുന്നു, ചിന്തിക്കുന്നില്ല. നമ്മൾ മെമ്മറിയിൽ നിന്ന് ആപ്പിൾ കഴിച്ച ഡോക്ടറെ ആയിട്ടാണ് ബെഞ്ചമിൻ ഫ്രാങ്കിൾ പറഞ്ഞ കേട്ടിട്ടല്ല ഒരു പൂച്ച ആപ്പിൾ കഴിക്കുന്നില്ല, പട്ടി എന്തെങ്കിലും കഴിക്കുന്നവരെ കഴിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നവരാണ്. 5 ഇന്ദ്രിയങ്ങളെ ഒട്ടും ആക്റ്റീവാണ്. അപ്പം 5 ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് തന്ത്രം. അപ്പൊ മാത്രമേ ബോധം വർക്കിയത്തുള്ളൂ. ബോധം എന്ന് പറയുന്നത് നമ്മുടെ ബേസ്. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഓർഗനാണോ പുറത്തുള്ള ഒരു ഓർഗനാണോ? ഉള്ളിലുള്ള എന്ന് പറയുന്ന പുറത്തുള്ള എന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈ കൊടുക്കി. അപ്പൊ 1 2 3 4 5 പേര് അല്ലെ? 6 പേര് പറയുന്നു പുറത്തുള്ളതാണ് മൈൻഡ് എന്ന് പറയുന്ന സംവിധാനം. ബാക്കി എല്ലാവരും പറയുന്നത് അകത്താണെന്നാണ് അല്ലേ? ശരിയല്ലേ? വിശ്വസിക്കും. പക്ഷെ മൈൻഡ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർഗൻ ആയിട്ടാണ് തന്ത്രം പറയുന്നത്. ശരിയാണ്. നമ്മുടെ ബോധമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് മനസ്സിനാണോ ഇന്ദ്രിയങ്ങൾക്കാണോ? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവുന്നു,
വാർത്ത കേൾക്കണം. നമ്മുടെ ആനന്ദമല്ലേ നമ്മുടെ ബേസ്, ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ബേസ്. അതിനല്ലേ നമ്മൾ ഈ ലോകത്ത് ശിവനാകുന്ന ശക്തിയെ ബേസ് ചെയ്തിട്ടില്ല, ശക്തി ശിവനാകുന്ന ആനന്ദത്തെ ബേസ് ചെയ്തിട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ വരെ വന്ന ഒരു ആനന്ദം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെ. ഒരാളെ കൊല്ലുന്നതിനാണ് ഒരു സുഖം ഒന്ന് കഴിയുമ്പോൾ, അതിനു വേണ്ടിയിട്ടാണ്. സമസ്ഗുണങ്ങളുടെ ഫലഭാഗമായാലും ആനന്ദം ബേസ് ചെയ്തിട്ടാണ്, ഇഷ്ടപ്പെടുന്നതായാലും ആനന്ദം ബേസ് ചെയ്തിട്ടാണ്, ഒരു സഹായം ചെയ്യുന്നതായാലും ആനന്ദം ബേസ് ചെയ്തിട്ടാണ്. അമ്മ കുഞ്ഞിനെ നോക്കുന്നത് എന്തിനാണ്? എന്തിനാ? ആനന്ദം കിട്ടാനല്ലേ? അല്ലേ? ആനന്ദമില്ല. നോക്കൂ, കഴിഞ്ഞ ദിവസം വലിച്ചെറിഞ്ഞ് കൊന്നു പറഞ്ഞ പത്രത്തെ കണ്ടില്ലേ? കൊച്ചിനെ റോഡിൽ വലിച്ചെറിഞ്ഞു അമ്മ. എന്താ ആ കുഞ്ഞ് ആനന്ദം ഉണ്ടാക്കുന്നത്? വേറെ ചില ആനന്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആനന്ദം ബേസ് ചെയ്തിട്ടാണ് മൂവ്മെന്റ്. വലിച്ചെറിഞ്ഞ് കൊല്ലുന്നത് എന്താ? അപ്പോ ഒരു ആനന്ദം, വേറെ എന്തോ ഒരു ആനന്ദം. തീർച്ചയായിട്ടും ആനന്ദം ബേസ് ചെയ്ത് സുഖം ബേസ് ചെയ്തിട്ടാണ് എനർജി മൂവ് ചെയ്യുന്നില്ല, ശരിയല്ലേ? അപ്പൊ നമ്മുടെ ആനന്ദവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ചിന്തകളാണോ ഇന്ദ്രിയങ്ങളാണോ? നല്ലൊരു ഫുഡ് കഴിച്ചാൽ ആനന്ദം ഉണ്ടാവില്ലേ? നല്ല പാട്ട് കേട്ടാൽ ഉണ്ടാവും. പക്ഷെ സങ്കല്പിച്ചാൽ, മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ ആനന്ദം ഉണ്ടാവും അല്ലേ? ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു എന്ന് ശരിക്കും സങ്കല്പിക്കാം, ബുദ്ധി എഴുതുന്നു, അത് പറയാം, ആനന്ദം ഉണ്ടാവും. പിന്നെ എന്തൊരു വായിക്കായി പറഞ്ഞേ, മനസ്സ് ഓർത്തുള്ളതാണ്, അകത്തുള്ളതാണ്. മൈൻഡ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർഗൻ. ഇതറിയാതെ പൂജ പഠിച്ചിട്ടോ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. പൂജ അറിയാവുന്നവരുടെ പലരും പൂജ നല്ലോണം ചെയ്യുന്ന ആളുകൾ. പക്ഷെ പലപ്പോഴും ഇതിന്റെ കാര്യം മനസ്സിലാക്കാത്തവർക്ക് പലപ്പോഴും ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാവും. ഒരു ഞാൻ പണ്ട് പൂജയ്ക്ക് സഹായിക്കാൻ പോകുന്നുണ്ടോ അവരുടെ സഹായിക്കാനായിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ഈ സൈഡിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ഞാൻ പായസം വെച്ചു കൊടുക്കാൻ സഹായിക്കാൻ. അപ്പൊ പുള്ളിക്കാരന് പൂജയെല്ലാം കഴിഞ്ഞ പിന്നെ എനിക്ക് വായിക്കാൻ അതെന്താ ലളിത സഹസ്രനാമൊക്കെ ജപിച്ച് പൂജയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തളർന്നങ്ങ് വീഴോ, പിന്നെ എന്നെ ഒന്നിനും കൊള്ളത് എനിക്ക് മാറ്റി. അയ്യോ അങ്ങനെ പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? സാമ വീഴുവാണ് എനർജി കൂടുതലേ ചെയ്തൊക്കെ ചെയ്യുമ്പോ അത് എന്തോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഞാൻ പരമ്പരം നോക്കിയാലും ആലോചിക്കും. രണ്ട് കാര്യം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ട്രെയിനിങ് ഉണ്ടാവും, ഒന്ന് നമ്മളെ ഒരു ഭയങ്കരമായ എനർജി വലിച്ചെടുക്കൊണ്ടാണ് ഒരു പാതാവേശമുള്ള ഒരാളും അയാളുടെ പ്രശ്നം മാറ്റിയിട്ട് പോകും. പിന്നീട് നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് എനർജി നമ്മൾ റീഗെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലാക്കും അതൊന്ന് ഒരു വശം. അപ്പം അത് ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ പിന്നീട് വരുന്നുണ്ട്. എനിക്ക് അതാണ് ചേട്ടൻ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കണ്ണടച്ചിട്ടാണ് സകല പൂജ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞത് ഭക്തിയോടെ സങ്കല്പങ്ങളുടെ സങ്കല്പങ്ങളെ ഉപയോഗിക്കുന്നതും സങ്കല്പത്താൽ ഉപയോഗിക്കപ്പെടുന്നതും തമ്മിൽ ഡിഫറെന്റ് ആണ്. എന്താ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ലൈറ്റ് സോഴ്സ് ഇല്ലാതെ വിഷ്വല് കാണാൻ പറ്റത്തില്ല. പറ്റോ? നമ്മള് സ്ക്രീനിൽ ലൈറ്റ് വെച്ച് അടിച്ചിട്ടല്ലേ സ്ക്രീനില് സിനിമ കാണും അല്ലേ? ഇപ്പൊ ലൈറ്റ് സോഴ്സ് ഏതാ? ലൈറ്റ് ബൾബ് അല്ലേ? പ്രൊജക്ടറിന്റെ. ശരിയാണോ? രാവിലെ പകൽ സൂര്യനല്ലേ ലൈറ്റ് സോഴ്സ് അല്ലേ? എനർജി കൺസംഷൻ നടക്കുന്നുണ്ട്. വിളക്ക് എത്തിച്ചാലും വെട്ടം കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? വിഷ്വല് കാണാം അല്ലേ? അങ്ങനെയെങ്കിൽ LED മൊബൈലിലും ലൈറ്റ് സോഴ്സ് ഉണ്ടായിട്ടല്ലേ വിഷ്വല് കാണുന്നേ? LED ഉള്ളതല്ലേ ലൈറ്റ് സ്ക്രീൻ കാണുന്നേ അല്ലേ? അപ്പൊ എനർജി കൺസംഷൻ വിഷ്വല് കാണിക്കാൻ വേണ്ടി നടക്കുമെന്ന് മനസ്സിലായില്ലേ അല്ലേ? നമ്മൾ മൊബൈൽ ഓഫ് ആയി 5% കൂടി ഉള്ളൂ. 5% കൂടി ഉള്ളൂ മൊബൈലിൽ ചാർജ്. ബസ്സിനകത്താണ് എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. കുറച്ച് ഒരു 5 മിനിറ്റ് ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീട്ടിലെത്തും. ബ്രൈറ്റ്നസ് മിനിമം ആയി. വളരെ ബ്രൈറ്റ്നസ് മിനിമം ആകും അല്ലേ?
വാട്സാപ്പ് ഒക്കെ ഡേറ്റ മൊബൈൽ ഡേറ്റ കട്ട് ചെയ്യും. അതിലുപരി ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വളരെ അറിവുള്ളവർ ബ്രൈറ്റ്നസ് മിനിമം ആക്കി വെക്കും. അതെന്താ ഈ വിഷ്വല് കാണിക്കാൻ വേണ്ടി ഒരുപാട് എനർജി പോകുന്നുണ്ട്. അപ്പൊ കോൾ വന്നാൽ നമ്മൾ സംസാരിച്ച പോലെ അല്ലെ, കാണുന്നില്ലല്ലോ. അപ്പൊ അത് കാണണ്ടാന്ന് വെക്കുമ്പോ തന്നെ എന്ത് പറ്റി, അത്ര എനർജി സേവ് ചെയ്യപ്പെടുക. ശരിയല്ലേ? അപ്പൊ വിഷ്വലിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി പോകും. അതുപോലെ നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങളെ കാണിക്കാൻ വേണ്ടി എനർജി ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. വിഷ്വൽ കാണിക്കണമെങ്കിൽ ലൈറ്റ് സോഴ്സ് വേണം. ലൈറ്റ് സോഴ്സ് എന്ത് വേണം? എനർജി വേണം. ശരിയാണോ ഞാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഒരുപാട് ചിന്തിക്കുന്നവരുടെ മുടി നരയ്ക്കുന്നു, മെലിയുന്നു, അസുഖങ്ങൾ വരുന്നു. കാരണം എനർജി മൊത്തം ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ക്ഷീണിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ ഈ ലളിത സഹസ്രനാമമൊക്കെ ലഭിക്കുമ്പോൾ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്താണ് ലഭിക്കുന്നത്. അതെ അതെ അതെ. ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. പൂജ മൊത്തം പുള്ളി വലിയ തന്ത്രിയാണ്, പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഒരുപാട് പുള്ളി പറയുന്നത് എന്താണ്, പൂജ തുടങ്ങി തീരുന്നവരെ പുള്ളി ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, സങ്കല്പിച്ച് മൊത്തം സങ്കല്പമാണ്. അപ്പൊ പുള്ളിയുടെ എനർജി മുഴുവൻ അല്ലേ, പണ്ടത്തെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ അവനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ UPS TT അടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പാട്ട് കേട്ടോണ്ടിരിക്കാൻ എന്ത് ചെയ്യും, മോണിറ്ററിന്റെ അടുത്ത് അല്ലേ? ശരിയല്ലേ? എന്താണ് എനർജി മൊത്തം പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞോണ്ട് ഈ മനുഷ്യൻ സേവ് ചെയ്തുണ്ടാക്കി വെക്കുന്ന എനർജി മുഴുവൻ ഒരു കുരിപ്പ് പോയാൽ മൊത്തം കളയുവാണ്. ഇമാജിനേഷൻ. നമ്മളിപ്പോ ഒരു വിഷ്വൽ കാണുമ്പോൾ ശരിക്കും നമ്മളിലേക്ക് എനർജി വരും. നമ്മളിലേക്ക് എനർജി കേൾക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ, മണക്കുമ്പോൾ, രുചിക്കുമ്പോൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഊർജത്തെ എടുക്കുകയാണ്. ആഹാരം കഴിക്കാമെന്ന ആചാരസ്വാമ്യം 5 ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നതാണ് പ്രത്യാഹാരം. അപ്പൊ നമ്മള് 5 ഇന്ദ്രിയങ്ങളിലൂടെ ഊർജത്തെ നമ്മൾ വലിച്ചെടുത്ത് ആണ് പൂജ ചെയ്യുക. അതിനെ നമ്മൾ 5 ഇന്ദ്രിയങ്ങളുടെ പ്രാണൻ എന്ന് പറയും. പ്രാണനെ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ പൂജ. ആ പ്രാണനെ പോസിറ്റീവാക്കി എടുക്കുകയാണ്. 5 ഇന്ദ്രിയങ്ങൾ എടുത്ത് അതിനെ ക്രോഡീകരിച്ച് നമ്മുടെ ആവശ്യത്തിന് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് പൂജ എന്ന് പറയുന്നത്. അല്ലാതെ എനർജിയെ നഷ്ടപ്പെടുത്തുന്നതല്ല. ഹിന്ദുക്കളെല്ലാം ചെയ്യുന്നത് നല്ലൊരു ശതമാനം റിവേഴ്സ് ആണ് അല്ലേ? കഷ്ടപ്പെട്ട് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ജീവൊക്കെ എടുത്ത് പാടുപെട്ട് ഇവിടെ വന്നിട്ട് അടുത്ത ദിവസം ഇവിടുന്ന് വണ്ടി പിടിച്ച് ഗുരുവായൂർ പോകും. അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ വലിയ കാര്യമായിട്ട് അവിടെ ചെല്ലുമ്പോ ഏറ്റവും ഗുരുവായൂരപ്പ കാണാൻ അടയ്ക്കും അല്ലേ? കാണണം. അപ്പൊ തെളിയിങ്ങനെ ഞാൻ തൊഴുതില്ല, നീ തൊഴുതോ? നീ തൊഴുതില്ല, ഞാൻ തൊഴുതില്ല. എത്ര നേരം ചോദിക്കണം അല്ലേ? മനസ്സിലായോ? അങ്ങനെ അവിടെ കണ്ണടക്കേണ്ട കാര്യമുണ്ട്. അന്ന് വീട്ടിൽ കണ്ണടച്ച് ഏൽപ്പിച്ച പോലെ പൂജാമുറി അവിടെ കണ്ണ് തുറന്ന് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ കണ്ണടക്കണം. അപ്പൊ ഈ പിക്ചർ ബോധിക്കില്ല. എന്ത് വിഷമം വന്നാലും ഇത് നമ്മൾ നോക്കിക്കൊണ്ട് പറ്റില്ല അല്ലേ? എന്തിനാ വിശ്വല ഭാവനയെ പൂജയില് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഭാവനയാൽ നമ്മൾ ഉപയോഗിക്കപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഭാവനയാൽ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയാണ് ബാധാവതരം എന്ന് പറയുന്നത്. ഒരു വേളവാദ കയറിക്കഴിയുമ്പോൾ എന്താണ്? ഭാവനയാൽ ഉപയോഗിക്കപ്പെടുന്ന ആളുടെ ഇന്ദ്രിയങ്ങൾ ശരീരമല്ല. ഭാവന ഉപയോഗിക്കുന്നതാണ് ദേവതയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഉണ്ടാവുന്ന. അങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ഉണർത്തുകയാണ് തന്ത്രത്തില് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മനസ്സ് സ്റ്റോപ്പ് ആവും. ഇത് യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന തിയറി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പൂജാ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. യോഗചിത്തവൃത്തി നിരോധനമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ യോഗസൂത്രത്തിൽ എന്താണ്? മനസ്സിന്റെ ചിത്തവൃത്തിയുടെ നിരോധനമാണ് യോഗം. അപ്പോഴേ പ്രാണൻ ഉദ്ദേശിക്കുന്ന രീതി പ്രവർത്തിക്കുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ പ്രാണൻ അതിനകത്ത് വികലമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ആ മനസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാണനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാം ഊർജത്തെ അല്ലേ? അപ്പൊ അതിനു വേണ്ടി മനസ്സിന്റെ നിശ്ചലമാക്കാൻ, നിയന്ത്രിക്കാൻ, മനസ്സിനോട് ഇണ്ടാതിരിക്കാൻ പറഞ്ഞ ചിന്തകൾ ചിന്തിക്കാതിരിക്കാൻ പറഞ്ഞ ചിന്ത കൂടുക പറയും.
അപ്പൊ ചിന്തകളെ നിരോധിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയല്ലേ വേണ്ടത്. ഇന്ദ്രിയങ്ങൾ ഉണർത്തിയാൽ മതി. ഇരുട്ടിനെ അകറ്റാൻ നോക്കണ്ട. പ്രകാശം കത്തിച്ചാൽ മതി. ഇരുട്ടിനെ അകറ്റാൻ നോക്കി നടക്കുമോ? ഇന്ദ്രിയങ്ങൾ ഉണർത്തിയാലോ ചിന്ത എങ്ങോട്ട് പോയി അറിയത്തില്ല. ശരിയല്ലേ? ഇന്ദ്രിയങ്ങൾ ഉണർന്നാൽ ബോധം ഉണരും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എത്ര ശതമാനം ബോധത്തിലാണ്? ബോധത്തോടെയാണോ? 100% അല്ലേ? അതെ, 100% ബോധത്തിലല്ലേ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നമുക്ക് നോക്കാം. മൊബൈലൊക്കെ താഴെ വെക്കുമോ, എന്തെങ്കിലും ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കണം. കുറേയൊന്നും മൊബൈലൊക്കെ ഫ്രീ ആയിട്ടിരിക്കണം. താഴെ വെച്ചു. 5 ഇന്ദ്രിയങ്ങളും ബോധം എന്നത് ഇതൊക്കെ ബോധം ഉയർന്നിരിക്കാൻ എന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്ത് ബോധത്തിലാന്നായി പറഞ്ഞത്? നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ വളരെ ബോധത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബോധത്തിലാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സംഭവം. മനസ്സിലാവുന്നത് ഞാൻ ദേവിയുമായിട്ട് വളരെ ബന്ധത്തിലാണ്, എനിക്ക് ദേവി ഇഷ്ടമാണ്, ദേവിയായിട്ട് ഭയങ്കര ബന്ധത്തിലാണ്, ദേവിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ശരിക്കുന്നുണ്ടോ? കാരണം ഇതെല്ലാം പറയുന്നത് മനസ്സാണ്. മനസ്സ് നമ്മളെ ഈശ്വരനായിട്ട് അകറ്റുന്ന സാധനമാണ്, അടുപ്പിക്കുന്ന സാധനമല്ല. നോക്കണം, ഇതൊക്കെ ചിന്തകളാണ്, ആശയങ്ങളാണ്. ആശയങ്ങൾ എപ്പോഴും നമ്മളെ ഈശ്വരനുമായിട്ട് അകറ്റും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബോധവുമായുള്ള ബന്ധത്തെ തടയുന്ന സാധനത്തിനെയാണ് ആശയം എന്ന് പറയുന്നത്. നമുക്ക് എന്തിനാണ് ജീവിക്കാൻ ഒരാശയം? ആശയമില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും എന്തെങ്കിലും ആശയങ്ങളല്ലേ ജീവിക്കുന്നത്. ആശയങ്ങൾ വലിയ ബന്ധമല്ലേ? നമ്മുടെ ദുരിതങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആശയമല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണോ? ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആളാണ് പൂജ ചെയ്യുമ്പോൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള തീരുമാനമാണ് നിസ്സാര പദ്ധതിയിലെ ദീക്ഷ, ഉപാസന എന്ന് പറയുന്നത്. എപ്പോഴും പ്രസന്റ് ജീവിക്കുക. ഇല്ല, ഒരു സാഹചര്യമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റാത്തത്, ഒരു വ്യക്തിയായിട്ട് യോജിക്കാൻ പറ്റാത്തത്, അല്ലേ? നമ്മുടെ യഥാർത്ഥ ഫ്രീഡം കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മുടെ ആശയങ്ങൾ ഉണ്ടാകും. അതിനാണ് യോഗ ചിത്തവൃത്തി നിരോധം പതഞ്ജലി പറയുന്നതിന്റെ കാര്യം. അതിനാണ് ഇന്ദ്രിയങ്ങൾ ഉണർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പൂജ കഴിക്കുന്നത്. പൂജ കഴിക്കുമ്പോൾ എന്തിനാണ്? ഇപ്പം ഇഷ്ടാചാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നെ, അല്ലേ? കൗളാചാരം എന്താണ് അതിനകത്ത് പ്രശ്നം വന്ന ആ വിശ്വാസം എപ്പോഴും പലപ്പോഴും അന്ധമായിട്ട് പോകുന്നു. ഇത് കൂടി പോയിട്ട് അപ്പൊ ശരിക്കും നമ്മൾ ബോധപൂർവമായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാൽ കൗളത്തിൽ പറയുന്ന കൂട്ട് അതിനെ അതിവർത്തിച്ചൂടെ, അല്ലേ? മദ്യം, ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ, കൗളം ചെയ്യുന്ന ആളുകൾ കൗളം ചെയ്യുമ്പോൾ മാത്രമേ നോൺ വെജ് ഉപയോഗിക്കാം. നിവേദിച്ചിട്ടേ കഴിക്കാം, ആ സമയത്തെ കഴിക്കാം, അല്ലാത്തപ്പോൾ കഴിച്ചില്ല. ഒന്ന് എത്ര പേര് പാലിക്കുന്നുണ്ടെന്ന് കണ്ടറിയാം. രണ്ട്, മദ്യം വെച്ചിട്ട് അതിരാവത്ത് തർപ്പണമൊക്കെ ചെയ്ത് ലലോസസ്നാമൊക്കെ തർപ്പണം ചെയ്തിട്ട് അതിന്റെ ഒരു ശകലം കുടിക്കുമ്പോൾ ഏറ്റവും പേരും ചട്ടാ മതി, കുടിക്കാതിരിക്കാൻ നല്ലതെന്ന് തോന്നും. ഇത്രയൊക്കെ തർപ്പണം കഴിഞ്ഞ് ചെറുപ്പമായിട്ട് എടുക്കുന്നവർ കുറച്ച് കുടിച്ചോളുന്നു. പിന്നെ എത്ര കുടിക്കുന്ന ഏതു? പക്ഷെ അത് അനുവർത്തിക്കപ്പെടും. ശരീരം റിജക്ട് ചെയ്യും. ശരീരത്തിന് പ്രശ്നമുള്ളതെല്ലാം റിജക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവ് ഉയർന്നു കഴിയും. ഉച്ചയ്ക്ക് വിഷമുള്ളത് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, അതുപോലെ നമ്മുടെ ബോധം വർദ്ധിക്കുമ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തും തിരിച്ചറിഞ്ഞ് കർമ്മഫലങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അങ്ങനെ ഇതിനെയൊക്കെ അതിവർത്തിക്കും. അതിനാണ് കൗളം ചെയ്യുന്നത്. അങ്ങനെ വൃത്തിയായിട്ട് കൗളം ചെയ്താൽ നല്ലതല്ലേ? നല്ലതല്ലേ? പക്ഷെ വൃത്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആചാര്യന് 5 മകാരം 5 വേണം. പൂജയില്ലാത്ത ചിക്കനില്ലാതെ ഫുഡ് കഴിക്കത്തില്ല. കൊമ്പിടി നീ കുറെ നാളായിട്ടില്ല, അല്ലേ? മറ്റേ നാട്ടിലെ നന്ദനത്തിലെ ജഗതി ആചാര്യൻ എപ്പോഴും ഇതൊക്കെ വേണം. സ്ത്രീകൾ വേണം. ഇതെല്ലാം ഇങ്ങനെ വേണം. അധപ്പതിച്ച് പോകാനുള്ള സാധ്യത ജീവനുള്ള കഴുത്തില് കടുവയുടെ കഴുത്തിൽ പിടിക്കുന്നോട്ടാണ് പ്രാർത്ഥന പറയുന്നത്. കൗളം ജീവനുള്ള പാമ്പിനെ എടുത്ത് കഴുത്തേ തരുന്നോട്ടാണ് കൗളം എന്നൊക്കെ പറയുന്നുണ്ട്. പതിച്ചു പോകാനുള്ള ഭയങ്കരമായ സാധ്യത കൗളത്തിലുണ്ട്. അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും. വിശ്വാസം ഇത് അന്ധമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പം
ശരിയായി കവർ ചെയ്താൽ ശരിയല്ലേ, നല്ലതല്ലേ? പക്ഷേ ശരിയായ സംഭവം ഉണ്ടെങ്കിലും അത് അതപ്പതിച്ച് പോകുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? നല്ലതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ നമ്മളൊരു കോഴിയെ കൊല്ലുന്ന കാര്യം ആലോചിക്കുമ്പോഴല്ലേ, ശരിയല്ലേ? പക്ഷേ രാത്രിയിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലും പോയിട്ട് രാത്രിയിൽ തിരിച്ചു വരുന്ന സമയത്ത് അവരെ കാണാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ആ സമയത്ത് ഇന്ത്യ മുഴുവൻ നിങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, പിറ്റേന്ന് ഏതെങ്കിലും കാലി കട്ടില് തലയറുത്ത് അറ്റ് കിടക്കുന്നതാണ്. അപ്പൊ കൊള്ളാവോ? കൊള്ളാവോ? അത്ര നല്ല സുഖം. നമ്മൾ മറ്റുള്ള എന്തിനെങ്കിലും ചെയ്യുമ്പോൾ അത് കൊള്ളാം. മനുഷ്യ രക്തത്തിൽ കാലയെ കുളിപ്പിക്കുന്നു. കാലശം ഫേസ്ബുക്കിലൊക്കെ വന്ന തിരുവനന്തപുരത്തിന് അമ്പലത്തിൽ ഭദ്രകാളി നമ്മൾ ബ്ലഡ് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കും, ബ്ലഡ് കൊടുക്കും. അപ്പൊ അത് തയ്യാറായ കുറെ പേര് വരികയും ചെയ്തു. ഉപാസനയുടെ ഭാഗമാണ്. ഇന്ന് അവര് ചോദിച്ചിട്ടെടുക്കും, നാളെ എന്ത് സംഭവിക്കും? ചോദിക്കാതെ വീണ്ടും ആചാരസ്വാമികൾക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് ലോകത്തെ നയിക്കാനുള്ള ശ്രമമാണ്. കൊടുങ്ങല്ലൂർ പോയി കോഴിയെ പരസ്യമായിട്ട് നടത്തുക. അവർക്ക് ഇങ്ങനത്തെ നിയമമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വരത്തോ ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പോഴാണ് ആചാര്യസ്വാമികൾ ഇവിടുന്ന് ശങ്കര ദിഗ്വിജയം നടത്തിയത്. വേദത്തെ പ്രമാണമാക്കിക്കൊണ്ട് ഭാരതത്തിൽ ആസേത് ഹിമാചലം, കൈലാസം വരെ, ഹിമാലയം വരെ പോയി, കാശ്മീർ വരെ പോയി എല്ലാവരുമായിട്ട് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് തർക്കിച്ച് തോൽപ്പിച്ച് ആളുകളെ ബോധപരമായി ഉയർത്തി. ഇതിന്റെ ഭാഗമായിട്ടാണ് നിശ്ചലാചാരം കൂടുതൽ ജനകീയമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ കവളം ചെയ്യുന്ന തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് കോഴി അടിച്ചുണ്ട്, 4 ദിവസത്തേക്ക് കൂടെ ചെയ്തു, 5ാമത്തെ ദിവസം പിന്നെ കോഴി കഴിക്കാൻ പറ്റും. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധതയാണ്. ആണോ? ഒരാൾ നല്ല സംസ്കാര സമ്പന്നനാണെന്ന് പറയുന്നത് എപ്പോഴാണ്? അയാളിൽ സത്യസന്ധത എത്ര ഉണ്ടോ അത്രയും ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അവനവനോടുള്ള സത്യസന്ധതയും മറ്റുള്ളവരോടുള്ള സത്യസന്ധതയും. അപ്പോ എന്നോട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഞാൻ നിങ്ങളോടും ചെയ്യാവൂ. നിങ്ങളോട് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾ എന്നോട് മാന്യമായിട്ട് പെരുമാറണം. ഇത് കള്ളമാണോ സത്യമാണോ? കള്ളമാണ്. അവിടെ ഈശ്വരൻ വരത്തില്ല. ഈശ്വരീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സത്യസന്ധരാകുമ്പോൾ, നമ്മൾ ബോധപരമായി കണക്റ്റഡ് ആകുമ്പോൾ, നമ്മുടെ ആ അതിർത്തികൾ ഇല്ലാതായി വരുമ്പോൾ നമ്മൾ പരമാത്മ ബോധവുമായിട്ട് കൂടുതൽ ആഴത്തിലേക്ക് അങ്ങനെ വന്ന് മനുഷ്യരിൽ നിന്നും വിട്ട് മൃഗങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ തുടങ്ങും. അല്ലേ? ഒരു പൂ പറിച്ചെടുക്കാൻ മടി വരും. അതുകൊണ്ട് അവിടെ പോയി മണപ്പിച്ച് പറിച്ചെടുക്കാൻ മടി എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞ് വേണ്ടോട്ട് പ്രവർത്തിക്കാനൊക്കെ പറ്റും. അത് വേറെ വിഷയം. നമ്മളൊരു മണ്ടനായി പോകുന്നു, കഴിവട്ടവനാവുന്നൊന്നുമില്ല. അപ്പോ കൃത്യമായ രീതിയിൽ നമ്മൾ 11 മണിയാകുമ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ പൂജയുടെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കടക്കും. അതുവരെ ഇതിന്റെ ബേസിക്സ് മനസ്സിലാക്കാതെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെ? എത്രയോ ആളുകൾ പൂജ കഴിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ആചാരം പോലെ ഇതിങ്ങനെ തത്തയുടെ കുട്ടി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാതെ അല്ലേ? ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി ശ്രാദ്ധം ചെയ്യുന്ന സമയത്ത്, സന്യാസി ഒരു ബ്രാഹ്മണനാണ്. ശ്രാദ്ധം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരുണ്ടായിരുന്നു കുറച്ച് പേര്. ഈ ശ്രാദ്ധത്തിന് വെച്ചിരിക്കുന്ന ഹവിസൊക്കെ അവിടുത്തെ പൂച്ച വന്ന് തിന്നുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്ത് ചെയ്യും? പൂച്ച തെറ്റിയിട്ടു തൂണയിൽ വടക്കുവശത്തെ, എന്നിട്ട് ശ്രാദ്ധം ചെയ്യും. അങ്ങനെ ചെയ്ത് ഒരു ശ്രീ സന്യാസി അങ്ങ് മരിച്ചു. ഇതൊരു സിസ്റ്റമായി. ആദ്യം പോയി ശ്രാദ്ധം തുടങ്ങാൻ പോവാം, ഉടനെ പോയി പൂച്ച കെട്ടിയത്. അങ്ങനെ വന്ന് ഈ സന്യാസി മരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരായി ഇത് ശ്രാദ്ധം നടത്തുന്നു. അപ്പൊ ഒരു ദിവസം ഈ പൂച്ച അങ്ങ് മരിച്ചുപോയി. എന്തോ ഇങ്ങനെ ശ്രാദ്ധം നടത്തും.
പൂച്ചയില്ലാതെ സാധനം നോക്കുന്നത്. അവസാനം എങ്ങാണ്ടൊക്കെ പോയി കഷ്ടപ്പെട്ടൊരു പൂച്ചയെ വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ശ്വാസം നടത്തി. ഇതാണ് ഹിന്ദു അല്ലേ? ഇതാണ് കൗളം. പലപ്പോഴും അങ്ങനെ ആയി മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദേവി നൂഡിൽസ് കഴിക്കത്തുള്ളൂ, ചിക്കനെ കഴിക്കത്തുള്ളൂ. പാവം ദേവിയെ പറ്റിക്കുന്ന ബ്രാഹ്മണൻ. നീ ചുണ്ണാൻ അർത്ഥം കലക്കി പറ്റിക്കോ? ചോരയാണ്. ആ ദേവിയെ പറ്റിക്കാൻ, ദേവിയെ പറ്റിക്കാൻ. ഇങ്ങനൊക്കെ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ അന്ധവിശ്വാസം കൂടിയിട്ടേ ദേവിയിലെ പട്ടിയും പൂച്ചയൊക്കെ വീട്ടിൽ വളർത്തത്തില്ലല്ലോ. അതുപോലെ സാധനമാണ് ദേവിയെ വളർത്തുക. ഞാൻ പറയുമ്പോൾ കുറയ്ക്കണം, ഞാൻ പറയുമ്പോൾ കൂടണം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അത് പലപ്പോഴും ആളുകൾക്ക് അറിയാൻ പറ്റാതെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ഈ അങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമ്പ്രദായങ്ങളെ നവീകരിച്ചിട്ടാണ് മിശ്രമതം ഉണ്ടാകുന്നത്. മിശ്രാചാര പദ്ധതി വളരെ ലളിതമാണ്. ആ ലാളിത്യം കൊണ്ട് തന്നെ ആളുകൾ ചോദിക്കും, ഇത്രയൊക്കെ ഉള്ളൂ? നിങ്ങളുടെ ഗുരുപരമ്പരയുടെ ഗുരുപാദക മന്ത്രം എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പേരും ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു പോകുന്നില്ല. കാരണം എല്ലാം ഗുരുവായിട്ടാണ് നമ്മുടെ കാവണ പുസ്തകത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പുൽക്കുഴി പോലും ഇത് നമ്മുടെ ഗുരുവാണ്. ഗുരു അല്ലാത്തതെന്ത് എന്നാണ് ചോദിക്കുന്നത്. കൊച്ചുകുട്ടി നമുക്ക് ഗുരുവാണ്. കാരണം ഇത് ബ്രാഹ്മണ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ആചാര്യസ്വാമി ചിട്ടപ്പെടുത്തിയ ബ്രാഹ്മണ സംവിധാനം, ബ്രാഹ്മണരുടെ ശ്രീവിദ്യാ ഉപാസന പദ്ധതി, ബ്രാഹ്മണ ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലുള്ള ശ്രീവിദ്യാ പദ്ധതി ആയതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്, അന്യോന്യം ഗുരുവോ ഇപ്ര, അന്യോന്യം ഗുരവോ ഇപ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്രമാർ അന്യോന്യം ഗുരുക്കന്മാരാണ്. അങ്ങനെയാണ് ഇതെല്ലാം റൺ ചെയ്യുന്നത്. അവിടെ ഈക്വൽ ആയിട്ട് എല്ലാവരും കാണുന്നത്. കൊച്ചുകുട്ടിയായാലും ഞാനിപ്പോൾ ഒരു ബ്രാഹ്മണ സിസ്റ്റത്തിലുള്ള ഒരാളാണ്. കൊച്ചുകുട്ടി വന്നിട്ട് എന്തൊക്കെ ചോദിക്കുക, ചേട്ടാ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ റെസ്പെക്ടോട് കൂടി പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ എനിക്കും പഠിക്കാൻ കാരണമാണ്. മനസ്സിലാവുന്നു? അപ്പൊ ഇവിടെ എല്ലാം ഗുരുവായിട്ട്, പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ ഗുരുവായിട്ട് കാണാം. കാരണം ഗൗതമന്റെ സത്യരാമന്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്ത് അല്ലേ? ബ്രഹ്മജ്ഞാനം വേണം നോക്കിയപ്പോൾ ഗൗതം ജാബാലയുടെ പുത്രൻ, ജാബാലിയ എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയുടെ പുത്രൻ, എനിക്ക് ബ്രഹ്മജ്ഞാനം വേണം എന്ന് പറഞ്ഞു ഗൗതം മുനി. അപ്പൊ എന്റെ ജാതിയാന്ന് വെച്ച് പറയത്തില്ല. ജാബാല ഗൗതമ ആസ്ക് സത്യകാമ ആസ്ക് ടു ജാബാല, mother, I need Brahmajnana. You have to go to meet Gautama Muni. He went to Gautama Muni and to discuss about this thing. He asked, are you a Brahmin? No, I don't know. I am Satyakama. Satyakama means who is Satyakama? Satyate Agrahikinava. Then he went with this 1,000 and when it will come 1,000, you have to get it. And 400 പശുക്കളെ കൊടുത്ത് ഗൗതമനെ വിട്ടു. അതാണ് ഉപനയനം. ഉപനയനം കൊടുത്തു. ചവനയൊക്കെ ഇട്ട് ഉപനയനം നടത്തിയിട്ട് വന്ന് പശുക്കളെ കൊടുത്തു. വേദാധ്യാനം അതാണ്. എന്നീ പശുക്കൾ 1000 ആവുമ്പോൾ തിരിച്ചു വരിക. അങ്ങനെ കാട്ടിൽ പോയി അതിനോട് കൂടെ കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ സ്റ്റാർട്ടഡ് ടു ടോക്ക്. അല്ലയോ ഗൗതമ, പശുക്കൾ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ 1000 ആയിരിക്കുന്നു. മരങ്ങൾ, പക്ഷികൾ, പുഴകൾ, സർവ്വതും അവരുടെ ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. പ്രപഞ്ചത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കിക്കൊണ്ട് പശുക്കളുടെ, പട്ടിയുടെ, പൂച്ചകളുണ്ടായത്. അങ്ങനെ ആവാനാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. ചിന്തകൾ നിരോധിക്കാനാണ്, ചിന്തകളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. You have to stop your thought process. For that we have to do the puja. With the 5 senses, activate your 5 senses maximum. എന്നാൽ നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ ഉണ്ടാവും. ആ സങ്കല്പങ്ങൾ ദേവിയുടേതായിരിക്കട്ടെ. അതോ നമ്മളിപ്പോൾ കണ്ണു നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേവിയുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? അത്
കണ്ണു അടച്ചിട്ട് ഫുൾ സങ്കല്പത്തിലോട്ട് പോയാൽ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. എനർജി എടുക്കുന്നത് എനർജി യു വിൽ ഗെറ്റ് എനർജി ത്രൂ ദ 5 സെൻസസ് ഓൺലി. ഇന്ദ്രിയങ്ങളിലൂടെ എനർജി കിട്ടുള്ളൂ. ഫുഡ് കഴിക്കുമ്പോൾ എനർജി കിട്ടും, പാട്ട് കേൾക്കുമ്പോൾ എനർജി കിട്ടും, നല്ല വിഷ്വൽ കാണുമ്പോൾ കിട്ടും. അതിനാണ് ധൂപം ദീപം നല്ല നല്ല മണം ചന്ദനത്തിരി കാഴ്ച കേൾവി ഭക്ഷണം ഇതെല്ലാം വെച്ച് നമ്മൾ അതിനെ അരിച്ചുള്ളിലോട്ട് കയറ്റുന്നത്. അതാണ് പൂജ. അതിലൂടെയാണ് എനർജി കിട്ടുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഈ ചേട്ടനോട് പറഞ്ഞു, തമ്മിലോട് പറഞ്ഞു, ഇതുപോലെ യു ഹാവ് ടു ആക്ടിവേറ്റ് യുവർ 5 സെൻസസ് ആൻഡ് ഡു ദ പൂജ ആൻഡ് യു വിൽ നോട്ട് ഗെറ്റ് ടയർഡ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 5 സെൻസിൽ കൂടെ പൂജ പിറ്റേന്ന് പൂജ കഴിച്ചു. ഞാൻ പറഞ്ഞു കണ്ണ് അടച്ചു പോകും. ചേട്ടൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ എന്തെന്ന് പറയും, ഓം നമ ശിവായ. ചേട്ടൻ മറന്നു പോകും, എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ പായസം കൊണ്ട് ഓം നമ ശിവായ എന്ന്. ആ സമയത്ത് കണ്ണ് തുറന്ന് ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കി ശിവബോധം ആക്റ്റീവാക്കി പോകണം. ഇന്ദ്രിയങ്ങളായിട്ട് ഡയറക്റ്റ് ഉള്ളിലെ ബോധത്തിന് ശിവബോധത്തിന് ബന്ധമെന്ന് പറയും. ഓം നമ ശിവായ എന്ന് പറയും. കണ്ണ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ടിട്ട് പിറ്റേന്ന് ഇങ്ങനെ വരുമ്പോൾ ഓം നമ ശിവായ. അങ്ങനെ ആ പൂജ ലളിതാസഹസ്രനാമം നടത്തി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാതെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറയും ഓം നമ ശിവായ. അപ്പൊ പുള്ളി പിന്നെ എണീച്ചിരുന്ന് ജപിക്കും. ആ സങ്കല്പം മതി. അപ്പൊ വരുന്നത് അങ്ങനെ പൂജ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നോക്കിട്ട് എന്നെ പുള്ളി കെട്ടി വിടപ്പെട്ടാം. ഗംഭീരമായിട്ടുണ്ട്. നീ ഇതൊക്കെ എഴുതാ പഠിച്ച് എന്റെ വലിയ ബുദ്ധി തോന്നിയ നമ്പർ ഭയങ്കരമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ നമ്മളെ ആളുകളൊക്കെ പൂജ കഴിക്കുന്നത് എങ്ങനെയാ, ജപിക്കുന്നത് എങ്ങനെയാ? എല്ലാ ദസറാവും കഴിയുമ്പോൾ ജപവും തീർന്ന ആളും പൂജ എന്താണ് എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പ്രസന്റിൽ നിന്നിട്ട് 5 ഇന്ദ്രിയങ്ങളെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അഗ്നി വായു ആകാശം ഭൂമി ജലം പഞ്ചഭൂതങ്ങളെ ആയി ബന്ധപ്പെടുത്തുന്ന പ്രക്രിയയാണ് പൂജ അല്ലേ? കാഴ്ച കേൾവി സ്പർശം മണം രുചി അല്ലേ? 5 ഇന്ദ്രിയങ്ങളെ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തി ബ്രഹ്മാണ്ട പിണ്ടാണ്ട ഐക്യം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് പൂജ. പൂജയിലൂടെ ഞാൻ എൻ്റെ അഹം എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിന്റെ ലിമിറ്റേഷൻസിനെ അതിവർത്തിച്ചിട്ട് നമ്മളിലേക്ക് ഈശ്വരീയമായ ഒരു പേഴ്സണാലിറ്റിയെ കൊണ്ടുവരികയും അപ്പൊ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു കഴിവുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ശിവന്റെ സ്വാതന്ത്ര്യമാണ് ശക്തി എന്ന് പറയും. കൂടുതൽ സ്വതന്ത്രമായിട്ട് ശിവബോധത്തിലൂടെ ഈ കർമ്മഫലങ്ങളെ ബെറ്ററാക്കിയുള്ള ഒരു ജീവിതമാണ് ആത്മീയത നമുക്ക്. അപ്പൊ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രേറ്റ് റിസപ്ഷൻ, വാം വെൽക്കം കൊടുക്കും നമ്മുടെ ഒരു ഗസ്റ്റിന്. എന്താണ് നമ്മളൊരു ഗസ്റ്റിനെ പൊലിച്ചു വരുന്ന ആൾ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇരിക്കാനുള്ള പേര് കസേരയൊക്കെ തൂത്ത് പൊടി പിടിച്ച് കിടന്നു കഴിഞ്ഞു അല്ലേ, കുറെ നാളായിട്ട്. അപ്പൊ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി പത്മപൂജ നടത്തും അല്ലേ? പത്മപൂജ നടത്തിയിട്ട് പിന്നെ ആള് വന്ന് അത് നമ്മൾ കുളിക്കും അല്ലേ? കുളിച്ചിട്ടില്ലെങ്കിൽ അയ്യോ അത് വരുന്നു മനസ്സിലേ അല്ലേ? ഞാൻ ചിലപ്പോ ഈ ആവാഹനമൊക്കെ 4 മണിയൊക്കെ ബാധയൊക്കെ കൗൺസിലിംഗ് ഒക്കെ നടത്തി അത്ഭുതമൊക്കെ കഴിഞ്ഞ് ഇതിനെ പൊളിപ്പിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ 4 മണിയൊക്കെ ആവുന്നത്. അപ്പൊ രാവിലെ അപ്പോഴാണ് നോക്കുന്നത് രാവിലെ ഒരാൾ വിഷ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ടില്ല, വലിയ അയാൾക്ക് ഇതറിയത്തില്ല. നമ്മൾ 4 മണിയായില്ല, ഞാൻ ഇതുവരെ കുളിച്ചില്ല, 9 മണിയായി എന്നായിരിക്കും അവിടെ പോകുന്നത്. എളുപ്പം അവിടെ ഇരിക്കാൻ പറഞ്ഞ് ലൈഫിനെ അവിടെ ചെയ്ത് നമ്മൾ കുളിക്കും. ചാടി എഴുതിച്ചു എളുപ്പം സൂര്യമസ്കാരമൊക്കെ ചെയ്ത് വളവളാ നമ്മൾ കുളിക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം ദേഹശുദ്ധി നടത്തും അല്ലേ? അതാണ് പൂജയിൽ ആദ്യം ദേഹശുദ്ധി, ആത്മാരാധന. നമ്മൾ ഈശ്വരനെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെയാണ് പുറത്തോട്ട് വെച്ചാൽ എല്ലാവരുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതാണ് ആത്മാരാധന. ആ ഈശ്വരനെ നമ്മൾ ആദ്യം ആരാധിക്കണം. ആരാധിച്ചിട്ട് വേണം എടുത്ത് വെളിയിലോട്ട് വെക്കാൻ. ശിവം ഭൂത്വ ശിവം ഇടയിൽ പറയും. ശിവനായിക്കൊണ്ട് ശിവനെ ആരാധിക്കുക അല്ലേ? ശിവന്റെ തലത്തിലേക്ക് എന്റെ വ്യക്തിത്വത്തിൽ നമുക്ക് ആരാധിക്കാൻ പറ്റുമോ? അതിനെ ഒഴിവാക്കാനല്ലേ ഈ പരാപാടൊക്കെ. അപ്പൊ അതിന് പറ്റുമോ? അപ്പൊ നമ്മൾ ശിവന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ ശിവനെ പൂജിക്കണം. അല്ലെ ദേവിയുടെ അവസ്ഥയിലേക്ക് വന്ന് ദേവിയെ പൂജിക്കണം. നമ്മൾ എന്റെ ഉള്ളിലുള്ള ദേവിയെ ആക്റ്റീവാക്കിയിട്ട് ആ ദേവിയെ പുറത്തോട്ട് എടുത്ത് വെച്ചാണ് നമ്മൾ പൂജിച്ചിട്ട് അടുത്തോട്ട് പവറാക്കി എല്ലാക്കിയിട്ട് അടുത്തോട്ട് എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ ആ ഗസ്റ്റിനെ വിളിക്കുന്നു, ഗസ്റ്റ് വരുന്നു. സ്വാഭാവികമായിട്ടും ഗസ്റ്റ് വരുമ്പോൾ ഈ കസേരയൊക്കെ റെഡിയാകണം. അതാണ് പത്മപൂജ.
പത്മപൂജ നടത്തിയിട്ട് അതിലോട്ട് ഇരുത്തും. അതിലോട്ട് ഇരുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യും? കുളിച്ചിട്ടില്ല എന്ന് പറയും. നമുക്കൊന്ന് ഫ്രഷപ്പായ അല്ല കുളിക്കാം, ബാത്റൂം ഒക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ പോയി കുളിക്കുന്നു. നമ്മൾ കുളിപ്പിക്കുന്നു അല്ലെ, കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ആഭരണങ്ങളും കാര്യങ്ങളും അല്ലെ, ഡ്രസ്സൊക്കെ കൊടുക്കും. ഡ്രസ്സൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുക്കുന്നു. കയ്യിലില്ലെങ്കിൽ കയ്യിലൊന്നും ഞാൻ തരാമെന്ന്, പാലല്ലേ സാരല്ല ഒന്നും എടുക്കണേ, എൻ്റെ കൂടെ ഫ്രഷായിട്ടുള്ള മുണ്ടൊക്കെ കൊടുക്കും അല്ലേ. അങ്ങനെ ഡ്രസ്സ് കൊടുക്കുന്നു. ഒരുങ്ങാനുള്ള എല്ലാം കാണിച്ച് കുങ്കുമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പുള്ളി നമ്മൾ കുങ്കുമം കൊടുക്കും, കുങ്കുമം തൊട്ടു എല്ലാം എന്ന്. അത് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ. അത് പുള്ളിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കും. കുളിച്ച് വന്നിരുന്നിട്ട് 2 വാക്ക് സംസാരിക്കും അല്ലേ. അത് സംസാരിച്ചിട്ടല്ലേ ഫുഡിന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. അത് പുള്ളി കഴിഞ്ഞാൽ ഓടി വാ ഫുഡ് കഴിക്കാം, അങ്ങനെയല്ലല്ലോ. നമ്മൾ കുറച്ചാളായി കണ്ടിട്ടെങ്കിൽ നമ്മൾ ചാടിക്കറിയല്ല, നമ്മൾ അവർ ജസ്റ്റ് ഒരു 5 മിനിറ്റ്. അതാണ് മൂർത്തി പൂജ എന്ന് പറയുന്ന സംഗതി. ഈ മൂർത്തി പൂജ കഴിഞ്ഞ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. മൂർത്തി പൂജ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഫുഡ് കഴിക്കും, നൈവേദ്യം കൊടുക്കും അല്ലേ. നൈവേദ്യം എല്ലാം കൊടുത്ത് ഫുഡെല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ വേണ്ടി പിന്നീട് ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കൂടെ നമ്മൾ കുശലാക്കം വർത്താനങ്ങളൊക്കെ പറയും. അപ്പൊ അത് കഴിഞ്ഞ് ചിലർക്കൊരു പരിപാടിയുണ്ട്. എന്തോ ഫുഡ് കഴിഞ്ഞിട്ട് ഒരു ശകലം അത് ശരിയല്ലേ. അതാണ് പ്രസന്ന പൂജ കഴിഞ്ഞുള്ള അപൂപാതി നൈവേദ്യം. പാലൊക്കെ മുതലെല്ലാം രണ്ടാമതൊരു ചെറിയ സ്നാക്സ്. എൻ്റെ പരിപാടിയുണ്ട് സ്നാക്സ്. ഞങ്ങൾ സ്നാക്സ് അപൂപാതിക്ക് സ്നാക്സ് കൊടുക്കണം. അപ്പോൾ സ്നാക്സ് കഴിഞ്ഞിട്ട് നമ്മൾ അർച്ചന, അതായത് നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ. മോനൊക്കെ സുഖമാണോ, മോനൊക്കെ എന്താ സുഖമായിട്ട് വിളിക്കാറൊക്കെ ഉണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടിരിക്കും, അങ്ങനെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കഥയായിരിക്കും നമുക്ക് കേൾക്കുന്നില്ല. ഗസ്റ്റായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മളല്ല. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയല്ല വേണം അല്ലെ. നമ്മുടെ കാര്യമൊക്കെ ഈശ്വരൻ അറിയാം. അവരുടെ കാര്യങ്ങൾ ചോദിക്കണം, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അവരെ സ്തുതിക്കണം അല്ലേ. സ്തുതിച്ച് അവരെ ഹാപ്പിയാക്കി. അപ്പൊ അവർക്ക് പകരം എന്താണ് അവരുടെ ബ്ലെസ്സിങ്സ്, അവരുടെ പ്രാർത്ഥന, അവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും അല്ലേ. അത് സന്തോഷമായി. ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ, ഭയങ്കര സന്തോഷമായി. എൻ്റെ വായ്പ നമുക്ക് സന്തോഷം അല്ലേ. അപ്പൊ എന്ന് പറയുന്നത് അവരുടെ ബ്ലെസ്സിങ്സ്. ഇതാണ് ഒരു പൂജ. അത് കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത്.